ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ, എണ്ണ ഉണ്ട് പക്ഷേ നമുക്ക് എണ്ണ ഇതിലധികം പിടിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. കാരണം വെച്ചാൽ ഇത് അധികം മധുരമൊന്നുമില്ല, അപ്പോൾ ഹെൽത്തിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. 2 ക്യാരറ്റ് കയ്യിലുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് കളറൊന്നും ചേർക്കാതെ നാച്ചുറൽ കളറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഈ ഒരു ഇടത്തരത്തിലുള്ള ഒരു 3 ക്യാരറ്റ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് തേനാണ്. ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര എടുക്കാം. പിന്നെ 1.5 കപ്പ് നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. ഇതാ ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി തൊലിയൊക്കെ ഒന്ന് ചെത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചെറിയൊരു ഇതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എത്രത്തോളം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുമോ അത്രയും നല്ലത്. അപ്പോൾ ഇതാ ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാൻ ഒരു മാർഗ്ഗം കൂടിയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഒരു കൈ കണ്ടല്ലോ, അത് മോനാണ് കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ എടുത്തിട്ട് പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കണക്കിന് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണമായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്, അതൊന്ന് ആവിയൊന്ന് വരുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഈ കഷ്ണങ്ങളൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്ന് അടച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ച് ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ ചെയ്തോളൂ. അപ്പോൾ ഒന്ന് കുത്തി നോക്കാം, ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കണക്ക് മതി, നമുക്കിത് അടച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഈ ഒരു കണക്കിനാണ് ഞാനിപ്പോൾ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇതൊന്ന് തണുത്ത ശേഷം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സ്റ്റീം ചെയ്ത കഷ്ണങ്ങളൊന്ന് മാറ്റാം, നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പം അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അല്പം വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് വെള്ളം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് തന്നെയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്കിതിനി ഒരു മിക്സിംഗ് ബൗളിലോട്ടൊന്ന് മാറ്റാം കേട്ടോ. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട്, ഈ ഒരു കണക്കിനാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് അരഞ്ഞു വേണം, ഒരു ശകലം തരി പോലും പാടില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് എടുത്തു വെച്ചിരിക്കുന്ന പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് മാറ്റാം. കൂടെ തന്നെ പഞ്ചസാരയും പിന്നെ വേണ്ടത് നമ്മൾ തേനുണ്ടല്ലോ, അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. അപ്പം ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചസാര കൂടി ഒരിക്കലും വരരുത്, കാരണം ഒരു ചെറിയൊരു മധുരം മാത്രമേ പാടുള്ളൂ, ഒരുപാട് മധുരമൊന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മധുരം പാടില്ല, അങ്ങനെയാണ് ആ ഒരു സ്നാക്കായിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മിക്സിയുടെ ജാർ ഇപ്പോൾ ഞാൻ കഴുകി അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യം നമുക്ക് നോക്കി തന്നെ ഒന്ന് കുഴയ്ക്കാം. നമുക്കൊരു ഒന്ന് ഉരുണ്ട് വരണം കേട്ടോ, ചപ്പാത്തിയുടെ മാവ് പോലെ നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ അത്ര നന്നായിട്ട് അതിന് ഇതിപ്പോൾ ചൂടുവെള്ളമല്ല, സാധാരണ പച്ചവെള്ളം തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അത് വെച്ചാണ് ഞാനിപ്പം നല്ല സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണക്കാണ് നമുക്ക് വേണ്ടത്. കണ്ടല്ലോ, നമുക്കൊന്ന് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്ത്നെസ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുഴയ്ക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഈ ഒരു കണക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളായിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ചൊന്ന് നല്ല ഒന്ന് അമർത്തി ഒന്ന് ഉരുട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒന്ന് ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ബാക്കിയുള്ളതൊക്കെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കട്ടെ. അപ്പം സൈസ് നിങ്ങളുടെ കണക്കിന് ഉരുട്ടാം. ഞാനിപ്പോൾ ഒരു ശകലം വലിപ്പത്തിലൊന്ന് ഉരുട്ടിയെന്നേ ഉള്ളൂ, ചെറുനാരങ്ങയുടെ ഒരു കണക്കിന് ഉരുട്ടിയെന്നേ ഉള്ളൂ. നിങ്ങളുടെ കണക്കിന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ഇതൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിനാണ് ഞാനിപ്പോൾ ഒന്ന് ഉരുട്ടിയെടുത്തത്. പിന്നെ ഈ കളറ് അതിൻ്റെ ക്യാരറ്റിൻ്റെ കളറാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് കളർ എക്സ്ട്രാ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കളറും ചേർത്തിട്ടില്ല. പിന്നെ ഈ ഓരോന്നും ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പ ഉണ്ടല്ലോ, അതിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടും കേട്ടല്ലോ. അതാണ്ട് ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി കേട്ടോ, ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ അതെല്ലാം ഒന്ന് ഈ ഒരു കണക്കിന് എടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഒരു പാനിൽ ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇനി ബാക്കി കൂടെ കുറച്ച് എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ തിളയ്ക്കുന്നിടയിൽ നമുക്ക് ഇത്രയും കൂടെ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഒന്ന് ഇട്ടിട്ട് ഹാൻഡിലൊന്ന് കറക്കിയാണ് ഇപ്പോൾ ഒന്ന് പിന്നെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അല്ലാതെ ഭയങ്കര ക്രിസ്പി ആകണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇപ്പോൾ നിങ്ങളുടെ കണക്കിന് ഇതിൻ്റെ പരുവം നോക്കി ചെയ്യും, അല്ലാണ്ട് അങ്ങ് കറുത്ത് പോകരുത്. ഈ ഒരു സൈസിനാണ് നമുക്കിടുക, ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ബാച്ച് ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്ക് അതുപോലെ സെക്കൻഡ് ബാച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഒന്ന് ഹാൻഡിലൊന്ന് ചുറ്റിച്ച് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരിപ്പയിട്ട ഒന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആ ബാച്ച് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തീരെ ക്രിസ്പി അല്ല ഞാൻ എടുത്തത്, ഈ ഒരു കണക്കിനാണ് എടുത്തിരിക്കുന്നത് കണ്ടല്ലോ. ഇങ്ങനെ ചെറുതായിട്ടൊരു പക്ഷേ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് മധുരമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കൊടുക്കും. ഇത് മധുരത്തിൻ്റെ ആവശ്യമില്ല, ചെറിയൊരു മധുരമേ ഉള്ളൂ. ചെറുതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അറിയാനേ പറ്റുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമൊക്കെ കൂട്ടിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇനി കഴിഞ്ഞതിന് ശേഷം വറുത്തെടുത്തതിന് ശേഷം നിങ്ങൾക്കത് നമ്മുടെ പഞ്ചസാര പാനിൽ വേണമെങ്കിൽ ഒന്ന് ഉരുട്ടി ഒന്ന് എടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് മാത്രം ഇങ്ങനെ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് പഞ്ചസാര പാനിയിലിട്ടൊന്ന് മുക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും കൊള്ളാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതൊരു ബേസാണ്. നിങ്ങളുടെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതാണ് ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ സോസാണെങ്കിൽ എടുക്കണമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അതാണ് ഇതിന് കറക്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ഒന്നും ചേർക്കാതെ നമ്മൾ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം ഇതിൽ എണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ, അത് പ്രത്യേകം പറയാം. ഒരു തുള്ളി എണ്ണ ഇതിൽ കുടിക്കില്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം എണ്ണയൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. വീട്ടിൽ 2-3 ക്യാരറ്റ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇത് വേറൊരു രീതിയിലൊരു സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.